കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സും കാണിച്ച ബോർഡർ അടക്കാൻ നിന്ന് എന്നോട് അവർ പറഞ്ഞു പാൻറ് ഇടാൻ ഞാൻ ബോർഡർ നടത്തൂല എന്ന് പറഞ്ഞു. ഡേ 3 പാർട്ട് 2. ഇതാണ് സുനി പറഞ്ഞ മഞ്ഞപ്പൂക്കൾ. ഇവിടേക്ക് എവിടെ നോക്കിയാലും മഞ്ഞപ്പൂക്കളാണ്. നമ്മൾ ഈ മഞ്ഞപ്പൂക്കളില്ലാത്ത സ്ഥലങ്ങളാണെങ്കിലും ആൾക്കാർ ക്രിക്കറ്റ് കളിക്കാൻ കാണാം. എൻ്റെ നിയമപരമായ സംശയം ഇവരോട് ക്രിക്കറ്റിനോടുള്ള ഈ അധിനിവേശമാണ്. ISL ഉത്തർപ്രദേശിൽ നിന്ന് ടീമില്ലായിരുന്നു എന്ന ഐഡിയകളുണ്ട്. പ്രകാശോ 2023-24 സീസൺ വളരെ വൈകിയാണ് എത്തിയത്. അതുപോലെ നമ്മുടെ ട്രെയിനും വളരെ വൈകിയാണ് ഗോരഖ്പൂർ എത്തിയത്. അതിനുള്ള 3 ബാഗ് എടുത്ത് പുറത്തിറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഒരു ലോഡ് ടാക്സിക്കാരുണ്ട് നമ്മൾ വിളിച്ചിട്ട് പോകാൻ വേണ്ടി. അതിൽ 500 ബോട്ടിലെത്തിക്കാന്ന് പറഞ്ഞ ആളാണ് ഈ ചേട്ടൻ. ഈ ചേട്ടൻ കാണാൻ തമിഴ്നാട് കട്ടില്ലേ, എനിക്കങ്ങനെ തോന്നി. എന്നാൽ പിന്നെ ഇത് പുള്ളിയോട് പറഞ്ഞ് മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് മലയാളം അറിയാൻ പാടില്ല. എന്നാൽ കോ പാസഞ്ചേഴ്സ് ആയിട്ടുള്ള ബാക്കിലിരിക്കുന്ന 3 നേപ്പാളി പെൺകുട്ടികൾക്കോ അവർക്ക് മലയാളം അറിയാൻ പാടില്ല. എന്നാൽ പിന്നെ ഹിന്ദി പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദി എനിക്ക് അറിയില്ലല്ലോ. കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സും കാണിച്ചിട്ട് ബോർഡർ അടക്കാൻ നിന്ന് എന്നോട് അവിടുത്തെ പട്ടാളക്കാർ പറഞ്ഞു പാൻറ് ഇടുന്നുണ്ട്, നിന്നെ ബോർഡർ എടുത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഇരുത്തി എന്നെ കൊണ്ട് പാൻറ് പിടിപ്പിച്ച് ഷൂ പിടിപ്പിച്ചിട്ടാണ് അവർ ആ ബോർഡർ എടുത്തിയത്. കാരണം ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ തണുപ്പാണ്. ബോർഡർ കിടന്ന് അപ്പുറം ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഇന്ന് നൈറ്റിന് ബസ്സിലാണ്. അങ്ങനെയുള്ള എൻ്റെ മുന്നിലേക്കാണ് 200 റൂം സെറ്റ് ചെയ്ത് തരാമെന്ന് നീ മനുഷ്യൻ വന്നത്. അങ്ങനെ ഇന്ന് രാത്രി ഞാൻ അവിടെ സ്റ്റേ ചെയ്തു 200 വിത്ത് വൈഫൈ. ആകെ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയത് അവിടുത്തെ ടോയ്ലറ്റും ബാത്റൂമിലൊക്കെ ഹൈറ്റ് കുറവാണ്. എനിക്ക് തോന്നുന്നത് അവിടുത്തെ ആൾക്കാർക്ക് ഒരു ഹൈറ്റ് കുറവായതുകൊണ്ടായിരിക്കും അവരങ്ങനെ പണിത് വെച്ചേക്കുന്നത്.